മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട അമ്മ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുൻപോ ഒരുപക്ഷെ മോഹൻലാലിനോട് പറഞ്ഞ അവസാന ആഗ്രഹം അതാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ അന്ത്യവിശ്രമം കൊള്ളണമെന്നത്. തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു ഭൂരിഭാഗം സമയവും മോഹൻലാലിൻ്റെ അമ്മയും അച്ഛനും മോഹൻലാലും താമസിച്ചിരുന്നത്. അദ്ദേഹം സിനിമാ തിരക്കുകളിലായി പിന്നീട് കൊച്ചിയിലേക്ക് താമസം മാറിയെങ്കിലും മോഹൻലാലിൻ്റെ സഹോദരനും അച്ഛനും മരിക്കുന്നതുവരെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ തിരുവനന്തപുരത്തെ വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ മരണം അവിടെ തന്നെ ആയിരിക്കണം എന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്നാൽ മെഡിക്കൽ സപ്പോർട്ടിൽ മാത്രമേ ജീവിച്ചു കൊണ്ടിരുന്ന അമ്മയ്ക്ക് അവിടെ പോകുന്നത്ര യാഥാർത്ഥ്യമായൊരു കാര്യമല്ലെന്ന് പിന്നീട് അമ്മയ്ക്ക് മനസ്സിലായി. എന്നാലും അച്ഛൻ്റെ അരികിൽ കിടക്കാനൊരു മോഹം, അച്ഛനോടൊപ്പം തന്നെ മണ്ണിൽ അലിയാനൊരു മോഹം, അതായിരുന്നു അമ്മയുടെ ഉള്ളിലുണ്ടായിരുന്നത്. തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ മുടവൻമുകളിലെ വീട്ടിലേക്ക് തന്നെ ഇന്ന് മോഹൻലാലിൻ്റെ അമ്മയെ കൊണ്ടുവരും. അത് മോഹൻലാൽ തന്നെ ആവശ്യപ്പെട്ട കാര്യമാണ്. മോഹൻലാൽ തൻ്റെ അമ്മയ്ക്ക് വാക്കു നൽകിയതാണ് എന്നതാണ് ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട വിഷയം. മോഹൻലാലിനെല്ലാം തൻ്റെ അമ്മ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട എല്ലാ ജീവിത കാര്യങ്ങൾക്കും ഒഴുപടി സ്നേഹവും അനുഗ്രഹവുമായി എത്തുന്നത് അമ്മ തന്നെയായിരുന്നു. അമ്മയോടൊപ്പം നിൽക്കാനാണ് ഏറ്റവും കൂടുതൽ മോഹൻലാൽ ആഗ്രഹിച്ചിട്ടുള്ളത്. ഒരാഴ്ചയിൽ തന്നെ പറ്റുന്ന സമയം അത്രയും ഓടി വന്ന് എറണാകുളത്ത് അമ്മയുടെ അരികിലേക്ക് നിൽക്കും. തിരുവനന്തപുരത്തായിരുന്നപ്പോൾ അത്രയും കൂടുതൽ മോഹൻലാലിന് എത്താമായിരുന്നില്ല. എന്നാൽ എറണാകുളത്ത് എത്തുമ്പോഴേക്കും തന്നെ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ശ്രീ ഗണേഷ് വീട്ടിലേക്കാണ് ഇപ്പോൾ അമ്മയെ കൊണ്ടുവന്നിരിക്കുന്നത്. അവസാന നോക്ക് കാണാനായി നിരവധി പേരാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. മോഹൻലാലിനോടൊപ്പം തന്നെ ആദ്യമേ ഓടിയെത്തിയത് മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മോഹൻലാലിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. വല്ലാത്തൊരു വേദനയിലൂടെ ആയിരിക്കും ആ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത്. അത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രേക്ഷകരെല്ലാവരും ആ വാക്കുകൾ തന്നെയാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. നാളെ ആയിരിക്കാം ചടങ്ങുകളെല്ലാം തന്നെ കാണുന്നതുമെന്ന് പറയുന്നു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. അച്ഛൻ്റെ അരികിലേക്ക് നിൽക്കണമെന്നതും അമ്മയുടെ ആഗ്രഹമായിരുന്നു. അവസാന കാലമെല്ലാം ആ വീട്ടിൽ ചിലവഴിക്കണമെന്നതും അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്നാൽ അത് സാധിക്കാതെ പോയതിൽ ചെറിയ വിഷമമുണ്ട് എന്ന് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രേക്ഷകരും അതിൻ്റെ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അമ്മ മരിച്ച വിവരം അറിഞ്ഞ് എല്ലാവരും ഇപ്പോൾ ഞെട്ടലിലാണ്. സിനിമാ പ്രവർത്തകരും സിനിമാ താരങ്ങളും എല്ലാവരും ഇപ്പോൾ എറണാകുളത്തെ വീട്ടിലേക്കാണ് എത്തുന്നത്. നിരവധി താരങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം എത്തുന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമായിരിക്കുമെന്ന് ഓർത്ത് തന്നെയാണ് ഇവരെല്ലാവരും ഇപ്പോൾ എറണാകുളത്തെ വീട്ടിലേക്ക് മോഹൻലാലിൻ്റെ അമ്മയെ അവസാനമായി കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും എത്തിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇത്തരമൊരു ദുഃഖാവസ്ഥയാണ്. അദ്ദേഹത്തിനെ ആ കണ്ണുകളോടെ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖമായ കാര്യം. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അത് ഓർത്തിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാവരും ഇപ്പോൾ വേദനയിലാണ് കഴിയുന്നത്. മോഹൻലാലിന് വേദന മനസ്സിലാകുമെന്ന് പ്രേക്ഷകർ മറുപടി നൽകുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.